മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽവഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം പഠന ക്ലാസ് മുന്നോട്ട് പോകുന്നു. ഇന്ന് 48ാമത്തെ പാഠമാണ് നമ്മൾ ക്ലാസ്സിന് ഒരുങ്ങുക. ഒരു നിമിഷം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർത്താവേ, കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ എപ്പോഴും സമൃദ്ധമായി ഉണ്ടാകണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പഠന പരമ്പര മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ തീഷ്ണതയോടെ ശാന്തതയോടെ ക്ലാസ്സുകൾ പഠിക്കുവാനും നയിക്കുവാനുമുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ഓരോ ദിവസവും ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും ഞങ്ങളുടെ സഭയുടെ പൂർവ്വപിതാക്കന്മാർ നേരിട്ടതുപോലെ സഭയുടെ സന്തോഷത്തിനു വേണ്ടി നിലനിൽപ്പിനു വേണ്ടി നേരിട്ടതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാനെ, നിൻ്റെ കരുതൽ കാവൽ എപ്പോഴും ഞങ്ങൾക്കുണ്ടാവണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളെ ശുദ്ധിപ്പെടുത്തുകയും ആത്മാവിൻ്റെ എല്ലാ വരദാനങ്ങളും ഞങ്ങളിൽ ചൊരിയുകയും ചെയ്യണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. മറിയൂസ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് 48ാം പാഠമാണ് നമ്മൾ പഠിക്കുക. വർത്തമാന പുസ്തകം ജോൺ മാലിയേക്കൽ സാറ് ഭാഷാന്തരം വരുത്തിയ വർത്തമാന പുസ്തകത്തിലെ പേജ് നമ്പർ 268 മുതൽ 272 വരെയുള്ള ഭാഗങ്ങളാണ് നമ്മളിന്ന് പഠനവിധേയമാക്കുക. മലങ്കര സഭയുടെ ചരിത്രത്തിലെ ആവേശവും അതേസമയം വേദനയും നിറഞ്ഞ നിമിഷങ്ങളാണ് ഈ 48ാം പാഠത്തിൽ നമ്മൾ കാണുന്നത്. നമ്മുടെ മലങ്കരയിൽ നിന്നും പുറപ്പെട്ടവർ മാർപ്പാപ്പയെ കാണുന്നതും അതിനുശേഷമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ പഠന വിധേയമാക്കുക. അത് 5 പ്രധാന തലക്കെട്ടുകളിലായിട്ട് നൽകുകയാണ്. 1. ലക്ഷ്യബോധത്തോടെയുള്ള തയ്യാറെടുപ്പുകൾ. മലങ്കര സഭയുടെ ഐക്യത്തിനും സുഗമമായ പ്രവർത്തനത്തിനും വേണ്ടി മാർത്തോമ മെത്രാൻ്റെ സത്യവിശ്വാസ രേഖയും മലങ്കരയിലെ 72 പള്ളിക്കാരുടെ സങ്കടഹർജികളും അവർ തയ്യാറാക്കി. ഇത് കേവലം ഒരു കടലാസിലല്ല, മറിച്ച് സ്വർണ്ണലിപികളാൽ ഗിൽറ്റ് ചെയ്ത് അതീവ ഭംഗിയായി ബൈൻഡ് ചെയ്ത ഒരു പുസ്തകമായാണവർ ഒരുക്കിയത്. തങ്ങളുടെ സഭയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഈ രേഖകൾ മാർപ്പാപ്പ നേരിട്ട് വായിക്കണമെന്ന നിർബന്ധം അവർക്ക് ഉണ്ടായിരുന്നു. 2ാമത്തെ ആശയം, വത്തിക്കാൻ കൊട്ടാരത്തിലെ ആഡംബരവും ചിട്ടകളും. റോമിലെ പത്രോസിൻ്റെ പള്ളിയോട് ചേർന്നുള്ള മാർപ്പാപ്പയുടെ കൊട്ടാരത്തിലേക്കാണ് അവർ പ്രവേശിച്ചത്. മുറികൾ തോറും മാറി മാറി വരുന്ന കാവൽക്കാരും ചുവന്ന പട്ടുവിരിച്ച ഭിത്തികളും പളുങ്കു വിളക്കുകളും വത്തിക്കാൻ്റെ അക്കാലത്തെ രാജകീയ പ്രൗഢി വെളിപ്പെടുത്തുന്നു. ഓരോ മുറി കടക്കുമ്പോഴും കൂടുതൽ ആഡംബരപൂർണമായ അന്തരീക്ഷത്തിലേക്കാണ് അവർ ആനയിക്കപ്പെട്ടത്. അധികാരത്തിൻ്റെ കേന്ദ്രബിന്ദുവിലേക്ക് എത്തുമ്പോഴുള്ള ഭയഭക്തി ബഹുമാനം ഈ വിവരണത്തിൽ നിഴലിക്കുന്നുണ്ട്. 3ാമത്തെ ആശയം, 6ാം പിയൂസ് മാർപ്പാപ്പയുമായുള്ള അഭിമുഖം. അതീവ ഭക്തിയോടെയാണ് അവർ മാർപ്പാപ്പയെ സമീപിച്ചത്. ദുഃഖവെള്ളിയിലെ കുരിശുരൂപത്തെ വണങ്ങുന്നതുപോലെ 3 തവണ മുട്ടുകുത്തി പാദം ചുംബിച്ചു. മൽപ്പാൻ പള്ളിക്കാരുടെ അപേക്ഷകളും വിശ്വാസ സത്യങ്ങളും മാർപ്പാപ്പയുടെ കൈകളിൽ നേരിട്ട് ഏൽപ്പിച്ചു. തങ്ങൾ 22 മാസക്കാലം അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഈ പുസ്തകത്തിന് വേണ്ടിയാണ് എന്നും അത് വായിച്ച് നീതി നടപ്പിലാക്കണമെന്നും മൽപ്പാൻ ഉണർത്തിച്ചു. മലങ്കരയിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ പ്രതിനിധികളായി അവർ ആത്മവിശ്വാസത്തോടെ അവിടെ സംസാരിച്ചു. ഗൗരവകരമായ വിഷയങ്ങളും ലഘുവായ ചോദ്യങ്ങളും. തങ്ങളുടെ സഭാപ്രശ്നങ്ങളെക്കുറിച്ച് മാർപ്പാപ്പ ഗൗരവമായി ചർച്ച ചെയ്യുമെന്നവർ കരുതിയെങ്കിലും അദ്ദേഹം ചോദിച്ചത് തികച്ചും ലൗകികമായ കാര്യങ്ങളായിരുന്നു. നാട്ടിലെ രാജാവിനെക്കുറിച്ചും കാലാവസ്ഥയെക്കുറിച്ചും അവിടെ നല്ല മീൻ കിട്ടുമോ എന്നുമുള്ള ചോദ്യങ്ങൾ പാറയമാക്കൽ കത്തനാരെ അത്ഭുതപ്പെടുത്തി. എങ്കിലും രാജാവിനെക്കുറിച്ചും മറ്റും വളരെ വിവേകപൂർണമായ മറുപടികൾ അവർ നൽകി. ഓലയിലെ എഴുത്തും ഒപ്പുകളും കണ്ടപ്പോൾ മാർപ്പാപ്പ പ്രകടിപ്പിച്ച കൗതുകം സാംസ്കാരികമായ ഒരു അകലം കൂടി
വ്യക്തമാക്കുന്നതായിരുന്നു. 5. തിക്തമായ അനുഭവവും ചതിയുടെ തിരിച്ചറിവും. സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മോൺസിഞ്ഞോർ ബോർജിയ കാട്ടിയ സ്വഭാവം വരെ ഞെട്ടിച്ചു. മാർപ്പാപ്പയ്ക്ക് നൽകിയ പുസ്തകവും ഓലകളും ബോർജിയ തിരികെ വാങ്ങി, ഇതാണോ നിങ്ങളുടെ വലിയ സമ്പത്ത് എന്ന് ആക്ഷേപസ്വരത്തിൽ ചോദിച്ചുകൊണ്ട് അത് അവരെ തന്നെ ഏൽപ്പിച്ചു. മാർപ്പാപ്പ ആ അപേക്ഷകൾ വായിക്കുക പോലും ചെയ്തില്ലെന്നും തങ്ങളെ എതിർക്കുന്ന ബോർജിയയുടെ കൈവശമാണ് തങ്ങളുടെ വിധി ഇരിക്കുന്നതെന്നും അവർ വേദനയോടെ മനസ്സിലാക്കി. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയ്ക്ക് മുകളിൽ നിഴൽ വീണ നിമിഷമായിരുന്നു അത്. ഈ വിശദീകരണം ആ കാലഘട്ടത്തിലെ സഭാ രാഷ്ട്രീയത്തെയും നമ്മുടെ പിതാക്കന്മാർ അനുഭവിച്ച കഷ്ടപ്പാടുകളെയും കൂടുതൽ വ്യക്തമാക്കി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ്, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തമാക്കി തരുന്ന കാര്യങ്ങളാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുക. നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. മാർപ്പാപ്പയെ കാണാൻ പോകുമ്പോൾ അപേക്ഷകൾ അടങ്ങിയ പുസ്തകം എങ്ങനെയാണ് അലങ്കരിച്ചിരുന്നത്? പുസ്തകം ഭംഗിയായി ബൈൻഡ് ചെയ്ത് പൊന്നുകൊണ്ട് ഗിൽറ്റ് ചെയ്ത് ആകർഷകമാക്കിയിരിക്കുന്നു. ആരുടെ സഹായത്തോടെയാണ് കത്തനാർക്കും മൽപ്പാനും മാർപ്പാപ്പയെ കാണാൻ സാധിച്ചത്? മോൺസിഞ്ഞോർ ബോർജിയയുടെ സഹായത്തോടെ. മാർപ്പാപ്പയെ കാണാൻ പോയ മുറികളുടെ അലങ്കാരങ്ങൾ എപ്രകാരമായിരുന്നു? മുറികൾ ചുവന്ന ദമാസ്കൻ പട്ടുകൊണ്ടും വീരാളി പട്ടുകൊണ്ടും അലങ്കരിച്ചതായിരുന്നു. മനോഹരമായ പളുങ്കുവിളക്കുകൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. വത്തിക്കാനിലെ വസതിയിൽ വെച്ച് അവർ ഏത് പ്രധാന വ്യക്തിയെയാണ് കാണാനിടയായത്? മാർപ്പാപ്പയുടെ വസതിയുടെ ഭരണ ചുമതലയുള്ള കർദിനാളിനെ. മാർപ്പാപ്പയെ കണ്ടപ്പോൾ അവർ അനുഷ്ഠിച്ച ആചാരം എന്തിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു? ദുഃഖവെള്ളിയാഴ്ച പള്ളികളിൽ തൂങ്ങപ്പെട്ട രൂപത്തിന് മുൻപാകെ കുമ്പിടുന്നത് പോലെ 3 തവണ മുട്ടുകുത്തി ആചാരം ചെയ്തു. അക്കാലത്ത് റോം ഭരിച്ചിരുന്ന മാർപ്പാപ്പയുടെ പേര് എന്തായിരുന്നു? 6-ാം പിയൂസ് മാർപ്പാപ്പ. അപേക്ഷാ പുസ്തകം കൈമാറിക്കൊണ്ട് മൽപ്പാൻ മാർപ്പാപ്പയോട് ആവശ്യപ്പെട്ടത് എന്താണ്? പുസ്തകം ശ്രദ്ധാപൂർവം വായിച്ച് ആവശ്യകമായ കൽപ്പനകൾ പ്രൊപ്പഗാന്ധാ തിരുസംഘത്തെ ഏൽപ്പിക്കണമെന്ന്. സഭയുടെ സങ്കടങ്ങൾക്കിടയിൽ മാർപ്പാപ്പ ചോദിച്ച വിചിത്രമായൊരു ചോദ്യം എന്തായിരുന്നു? മലങ്കരയിൽ നല്ല മീൻ കിട്ടുമോ എന്ന ചോദ്യം. തിരുവിതാംകൂർ രാജാവിനെക്കുറിച്ച് കത്തനാർ നൽകിയ മറുപടി എന്തായിരുന്നു? രാജാവ് നസ്രാണികൾക്ക് ദോഷമൊന്നും ചെയ്യുന്നില്ലെന്നും സുവിശേഷവേലയ്ക്ക് തടസ്സം നിൽക്കുന്നില്ലെന്നും പറഞ്ഞു. ഓലയിലെ എഴുത്തും ഒപ്പുകളും കണ്ടപ്പോൾ മാർപ്പാപ്പയ്ക്കുണ്ടായ കൗതുകം എന്തായിരുന്നു? അത് എങ്ങനെയാണ് എഴുതുന്നത് എന്ന്, ഏതു പ്രകാരമാണ് വായിക്കുന്നതെന്ന് മാർപ്പാപ്പ ചോദിച്ചു. സന്ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ബോർജിയ പുസ്തകം തിരികെ ഏൽപ്പിച്ചുകൊണ്ട് നടത്തിയ പരിഹാസമെന്ത്? മലങ്കര പള്ളിക്കാരുടെ സമ്പത്തൊക്കെ ഇതല്ലയോ എന്ന് പരിഹസിച്ചുകൊണ്ട് ചിരിച്ചു. ഈ കൂടിക്കാഴ്ചയുടെ അവസാനം പാറയമാക്ക കത്തനാർക്കുണ്ടായ പ്രധാന തിരിച്ചറിവ് എന്ത്? മാർപ്പാപ്പ അപേക്ഷകളൊന്നും വായിച്ചു നോക്കിയിട്ടില്ലെന്നും തങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ തങ്ങളെ എതിർക്കുന്ന മോൺസിഞ്ഞോർ ബോർജിയയുടെ കൈകളിലാണെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞു.